ഇസ്രയേലിന്റെ ശക്തമായ ബോംബാക്രമണത്തിൽ ഗാസയിൽ കുട്ടികളടക്കം 31 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. റഫ അതിർത്തി തുറക്കാനിരിക്കെയാണ് പുതിയ ആക്രമണ വാർത്തയും പുറത്തുവരുന്നത്. ഖാൻ യൂനിസിലെ അൽ മവാസി ഏരിയയിൽ കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ താമസിക്കുന്ന ടെന്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന ഗാസ വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി തലവൻ ഫിലിപ്പ് ലസാരിനി ഈ ആക്രമണത്തെ അപലപിച്ചു. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിന് അപലപിക്കുകയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വെള്ളിയാഴ്ച റഫയിലെ തുരങ്കത്തിലൂടെ 8 പലസ്തീൻ പോരാളികൾ പുറത്തുവന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും അതിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം. ആരോപണം നിഷേധിച്ച ഹമാസ് കരാറുകൾ പിൻവലിക്കാത്ത ശത്രുവിന്റെ കുറ്റകൃത്യമാണിതെന്ന് പ്രതികരിച്ചു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇതുവരെ 524 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. 2024 മെയ് മാസത്തിനു ശേഷം ആദ്യമായി ഞായറാഴ്ച റഫ അതിർത്തി തുറക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ അനുമതി നൽകിയവർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ എന്നും സഹായ സാമഗ്രികളോ മാനുഷിക വിതരണങ്ങളോ അനുവദിക്കില്ല എന്നും ഇസ്രയേൽ വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 71,600-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാരകമായ ആക്രമണങ്ങളിലൊന്നാണ് ഇപ്പോൾ നടന്നത്. US മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ളത്. അതിലെ വ്യവസ്ഥ പ്രകാരം ബന്ദിക്കൈമാറ്റം തിങ്കളാഴ്ചയോടെ ഹമാസ് പൂർത്തിയാക്കിയിരുന്നു. അതിനിടെ ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ട്രംപിന്റെ ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് സമയം വേണമെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ മരണസംഖ്യ അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട മരണസംഖ്യ ഏകദേശം കൃത്യമാണെന്നാണ് ഇസ്രയേൽ സൈന്യം സമ്മതിക്കുന്നത്. ഇതാദ്യമായാണ് ഇസ്രയേൽ ഈ കണക്ക് പൂർണ്ണമായെങ്കിലും അംഗീകരിക്കുന്നത്. മുൻപ് അവർ ചെയ്തത് ഗാസയിൽ നിന്നുള്ള കണക്കുകൾ തള്ളിക്കളയുകയായിരുന്നു. ഈ നിലപാടുകളിൽ നിന്നുള്ള വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒക്ടോബർ 2023 ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 70,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഒരു മുതിർന്ന ഇസ്രയേലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരുന്നു. കാണാതായവരെ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗാസ യുദ്ധത്തിലെ മരണസംഖ്യയെക്കുറിച്ച് ഇസ്രയേൽ പരസ്യമായ ഒരു കണക്ക് നൽകുന്നതും ആദ്യമാണ്. ഇതിനു മുമ്പ് തങ്ങൾ വധിച്ച സായുധ പോരാളികളുടെ കണക്ക് മാത്രമാണ് ഇസ്രയേൽ ഗവൺമെന്റും സൈന്യവും നൽകിയിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി പലസ്തീൻ നൽകുന്ന കണക്കുകളെ ഹമാസ് പ്രചാരണം എന്ന് വിളിച്ചായിരുന്നു ഇസ്രയേൽ തള്ളിക്കളഞ്ഞത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ നേരിട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 71,660 കടന്നതായും കുറഞ്ഞത് 10,000 പേരെങ്കിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ വ്യക്തമാക്കുന്നത്. 22,000 ഹമാസ് സൈനികരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ സൈന്യം മുൻപ് അവകാശപ്പെട്ടിരുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം മരിച്ചവരിൽ 2/3 ഭാഗവും സിവിലിയന്മാരാണെന്നും വ്യക്തമാകുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്ന 50% എന്ന നിരക്കിനേക്കാൾ വളരെ കൂടുതലാണിത്. പലസ്തീന്റെ ഡേറ്റാബേസിൽ മരിച്ചവരുടെ പേരും ജനനതീയതിയും ID നമ്പറുകളും ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാല യുദ്ധങ്ങളിലും പലസ്തീൻ നൽകിയ കണക്കുകൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ വെളിപ്പെടുത്തൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ഇസ്രയേൽ പത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹാരറ്റ്സ് ഒഴികെയുള്ള മറ്റ് പ്രധാന ഇസ്രയേൽ മാധ്യമങ്ങൾ ഈ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.